Hi my dear friends, welcome back to Food and Beauty. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ചിപ്സ് ഇഷ്ടമല്ലേ? അതും എരിവും മധുരവും ഒക്കെയുള്ള അടിപൊളി ഹാഫ് മൂൺ ചിപ്സ്. അപ്പൊ ഈ ഹാഫ് മൂൺ ചിപ്സ് നമുക്കിനി കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നെ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. 10 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്സ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 കപ്പ് മൈദയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഏകദേശം ഒരു 250 ml വരും ഒരു കപ്പ് എന്ന് പറയുമ്പോൾ. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ കൂടുതൽ നല്ലത് മൈദ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴായിരിക്കും കേട്ടോ. ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ ഗോതമ്പ് വെച്ചിട്ടുണ്ടാക്കാം. ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് പഞ്ചസാര കൊണ്ടിട്ട് ഭയങ്കര ഒരു മധുരമൊന്നും വരില്ല. നോർമലായിട്ട് ചെറിയൊരു മധുരം വരുള്ളൂ. ഈ മധുരത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട മെയിൻ ഇൻഗ്രീഡിയന്റ് അയമോദകമാണ്. അയമോദകത്തിന്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാലോ. നല്ല മണമാണ്. പിന്നെ അതുപോലെ തന്നെ വയറുവേദനയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും അയമോദകം ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഈ ഒരു സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ചേർക്കുന്നത്. അത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഇതുപോലെയുള്ള ഫ്രൈസിലൊക്കെ അയമോദകം ചേർക്കുന്നുണ്ട്. അതുപോലെ ചില ബിസ്ക്കറ്റ്സിൽ, ബ്രാൻഡഡ് ആയിട്ടുള്ള ബിസ്ക്കറ്റ്സിലും ഇതുണ്ട്. ആ ഒരു ടേസ്റ്റ് നമുക്കിത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പൊ അയമോദകം ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്തിരുന്നു. പിന്നെ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ നെയ്യാണ്. അത് നല്ലപോലെ ഈ ഒരു ചിപ്സ് ക്രിസ്പ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ എള്ളാണ്, ബ്ലാക്ക് എള്ള്, കറുത്ത എള്ള്. അപ്പൊ അത് ഒരു 2-3 ടേബിൾ സ്പൂൺ, അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ മാവ് ഇൻസ്റ്റന്റ് ആയിട്ടാണല്ലോ നമ്മൾ പൊരിച്ചെടുക്കുന്നത്. അപ്പൊ പെട്ടെന്ന് മാവ് സോഫ്റ്റ് ആയി കിട്ടാനൊക്കെ വേണ്ടിയിട്ടും പൊങ്ങി വരാനായിട്ടും ബേക്കിംഗ് സോഡ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ, ബേക്കിംഗ് സോഡ. ഒരു 1/4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി സാധാരണ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിന്റെ പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. അപ്പൊ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. ഇപ്പൊ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂടി പോവാണെങ്കിൽ പൊടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല ടൈറ്റ് ആവുകയാണെങ്കിൽ ഇച്ചിരി കൂടി വെള്ളം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക. ഫ്ലോറിൽ കുറച്ച് മൈദ പൗഡർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അതിന്റെ മുകളിലും കൂടി കുറച്ച് ഇതുപോലെ പൗഡർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കില്ല. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിയുടെ പരത്തുന്ന കോലെടുത്തിട്ട് ജസ്റ്റ് പരത്തി കൊടുക്കാം. അപ്പൊ പരത്തി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒത്തിരി കട്ടിയാവാൻ പാടില്ല, ഒത്തിരി നൈസ് ആവാനും പാടില്ല. ഏകദേശം ഒരു 3 ചപ്പാത്തിയുടെ കനത്തിൽ വേണം നമ്മളിത് റെഡിയാക്കാൻ. എന്നിട്ടൊരു അടപ്പെടുക്കുക, ഷാർപ്പ് എഡ്ജുള്ള അടപ്പെടുക്കുക. ഞാനൊരു പെപ്സിയുടെ ക്യാപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഹാഫ് മൂൺ പോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഹാഫ് മൂൺ ഷേപ്പ് ആയതുകൊണ്ടിട്ട് മാത്രം നമ്മളിങ്ങനെ ആക്കി എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ തന്നെ കട്ടായി വരും. കഴിഞ്ഞിട്ടൊന്ന് ഇങ്ങനെ കുഴഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാത്രത്തിലേക്ക് വരും. അപ്പൊ ഇതുപോലെ അകത്തി ഇടാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. നമുക്കിനി എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഒരെണ്ണ ഇട്ട് നോക്കാം. അതിങ്ങനെ പൊരിഞ്ഞു വരുന്നതായിട്ട് കാണുന്ന സമയത്ത് നമുക്ക് ബാക്കി കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി എണ്ണയുടെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടന്നാൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു കളറാകുമ്പോൾ, ലൈറ്റ് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമല്ലേ? നമ്മൾ ചായ കുടിക്കാൻ നേരത്താണ് ചിപ്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നെങ്കിൽ അപ്പം തന്നെ ഓടിപ്പോയി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിപ്സ് ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ, 2 വയസ്സിലെ താഴേക്കുള്ള കുട്ടികളാണെങ്കിൽ വേറെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു ഷേപ്പിലോ അല്ലെങ്കിൽ വെറുതെ മാവ് പിച്ചിട്ടിട്ടൊക്കെ ഉണ്ടാക്കാം. ഈ ഒരു ഷേപ്പ് കാഷ്യൂനട്ട് ഷേപ്പ് ആകുമ്പോൾ തൊണ്ടയിലൊക്കെ കുടുങ്ങാനായിട്ട് ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കാട്ടോ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ. ഇനി ഇത് കഴിഞ്ഞിട്ടില്ല, വേണമെങ്കിൽ ആ രീതിയിൽ കഴിക്കാം. നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ളതൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ, അതുപോലെ കടയിൽ നിന്ന് വാങ്ങുന്ന സ്പൈസി ആയിട്ടുള്ളതുണ്ട്, അതുപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ചാറ്റ് മസാല, അതുപോലെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം.
1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഇതുപോലെ ഒന്ന് കുടഞ്ഞെടുക്കുക ഒരു സ്ട്രെയിനറിലിട്ടിട്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നല്ല എരിവും ഉപ്പും മധുരവും ഒക്കെ ഉള്ള ഒരു അടിപൊളി ചിപ്സ് ആയിട്ട് തന്നെ കിട്ടും. എല്ലാവർക്കും ഇഷ്ടാവും കേട്ടോ. എന്തായാലും ചായയുടെ ഒക്കെ കൂടെ അടിപൊളിയാണ്. അപ്പോൾ ഇത് എൻ്റെ ഏറ്റവും വലിയ നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാളത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പം എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായെങ്കിൽ എന്തായാലും പറയാം കേട്ടോ കമൻറ്റ് ബോക്സിൽ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ.